ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് BPL എന്ന ബ്രാൻഡിൻ്റെ ഒരു ഫിംഗർ ടിപ്പ് പൾസ് ഓക്സിമീറ്ററാണ്. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് ഈ സാധനം വരുന്നത്. ഇപ്പോൾ കോവിഡൊക്കെ വന്നതിന് ശേഷം എല്ലാവരുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര വേരിയേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു എക്യുപ്മെൻറ്റ് വീട്ടിലുള്ളത് വളരെ നല്ലതായിരിക്കും. ഇത് ഓൺലൈനിൽ ഏകദേശം 1500-1600 റേഞ്ചിലാണ് കിട്ടുന്നത്. ഇതിൽ MRP കൊടുത്താണ് ഒരു 3000 ആണ്, പക്ഷേ ഇതൊരു 1500 റേഞ്ചിൽ കിട്ടും. ഇതിൽ മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് ആറ്റിറ്റ്യൂഡ് റേഞ്ചും ടെമ്പറേച്ചർ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ, എയർ പ്രഷർ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അതൊന്നുമില്ല. ഇത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഹീമോഗ്ലോബിൻ സാച്ചുറേഷൻ ഡിസ്പ്ലേ, പൾസ് റേറ്റ് ഡിസ്പ്ലേ, ഹീമോഗ്ലോബിൻ ആൻഡ് പൾസിൻ്റെ റെസൊല്യൂഷന്, മിഷർ ആൻഡ് ആക്യുറൻസി, പിന്നെ ഏതാണ് പവർ സോഴ്സ് എന്നൊക്കെയാണ്. പിന്നീട് ഇതിൽ പറയുന്നുണ്ട് ഓൾറെഡി നമ്മുടെ കിട്ടുന്ന വാല്യൂവിൽ ഒരു +2-3% വേരിയേഷൻ എന്തായാലും ഉണ്ടാകും എന്നുള്ളത്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് തുറന്ന് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. ഏതൊരു മെറ്റീരിയൽ മേടിച്ചാലും അത്യാവശ്യം അതിൻ്റെ യൂസർ മാനുവൽ നമ്മൾ നോക്കിയിരിക്കണം. കാരണം പല മെറ്റീരിയലിനും പല സ്പെസിഫിക്കേഷനും പല റേഞ്ചൊക്കെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടത്. അത് കാരണം ഫസ്റ്റ് തന്നെ ഇതിങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റ് ആണെങ്കിലും ആരും വായിക്കാറില്ല, പറയാറില്ലെങ്കിലും ഈ സാധനം നോക്കിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കയ്യിലും ഇതൊക്കെ തൂക്കിക്കൊണ്ട് കിടക്കാവുന്ന ഒരു വള്ളിയാണ്. വയ്ക്കാം. ഒരു നല്ലൊരു കേസിങ് തന്നെയാണ്. ഇതിൻ്റെ ഒരു തെർമോക്കോളിൻ്റെ ഒരു മെറ്റീരിയലാണ് ഈ സാധനം വന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ വേണ്ട ഫ്രണ്ടിൽ തന്നെ വേണമെന്ന് കഴിഞ്ഞാൽ BPL സ്മാർട്ട് ഓക്സിലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ആണ്. പിന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, ഒരു പവർ ഓൺ ബട്ടൺ ഉണ്ട്. ബാക്കിലാണ് ഇതിൻ്റെ ബാറ്ററി തന്നെ. എൻ്റെ നോർമൽ ചെറിയ നമ്മൾ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ബാറ്ററിയാണ്. ഓണാക്കി വരുമ്പോൾ BPLൻ്റെ ഒരു ബ്രാൻഡിങ് ആണ്. പിന്നെ ഫിംഗർ വെക്കാനുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. വെച്ച് നോക്കാം. ഒരു റീഡിങ് കാണിക്കുന്നുണ്ട്, SpO2, PR, PI. നമുക്കത് ഈ പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ വേണമെങ്കിലും ഓറിയൻറ്റേഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓറിയൻറ്റേഷനിൽ നമുക്ക് ഗ്രാഫിക് ഡിസൈനുകളും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൈയൊന്നും കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ റീഡിങ് കറക്റ്റായിട്ട് വരില്ല. ഏകദേശം ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണെന്ന് കാണിക്കുന്നത്. ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററൊക്കെ കാണിക്കുന്നുണ്ട്. ഫിംഗർ ഔട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇനി ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ള സെറ്റിങ്സൊക്കെ കാണാം. SpO2 ഹൈ എത്രയാണ് വെച്ചാണ്, ലോയിൽ എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റേഷൻസിൻ്റെ ഒക്കെ ഔട്ട് വന്നു കഴിഞ്ഞാൽ അതിലൊരു അലാറം അടിക്കുന്നതാണ്. അകത്തൊരു IR ബ്ലാസ്റ്റർ ഇത് ചെയ്യുന്നുണ്ട്. എന്താണിത് ചെയ്യുന്നത്? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വള്ളിയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതിപ്പോൾ യൂസ് ചെയ്യാവുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഇതിട്ടിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇതൊക്കെ പിന്നൊക്കെ യൂസ് ചെയ്ത് ഇതിലേക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിലൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇതൊരു മെഡിക്കൽ എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ എന്തെങ്കിലും ഡേറ്റയൊന്നും നമ്മൾ കറക്ഷൻ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാനും നിൽക്കരുത്. കാരണം ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ മാത്രമായിരിക്കും ഇതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാലും യൂസ് ചെയ്യാവുന്നത്. അല്ലാതെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീഡിങ്ങൊക്കെ തെറ്റായിട്ടുള്ളൊരു റീഡിങ് കിട്ടുകയും ചെയ്യും. നമ്മളത് വിശ്വസിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാസൊന്നും കറക്റ്റ് ആവില്ല. അപ്പോൾ എന്തെങ്കിലും വിഷയമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ആയിട്ടുള്ള ആളെ അല്ലെങ്കിൽ ഒരു ഇതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ കൊണ്ട് ഇതിന് സർവീസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മുടെ ജീവനെ ആപത്തുണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അപ്പോൾ അതാണ് ഇതിന് മുന്നറിയിപ്പ് പറയാനുള്ളത്. ഇത് ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് പവർ ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.